ഹായ്, എല്ലാവർക്കും മിസ്റ്റർ ഷൈനിലേക്ക് സ്വാഗതം. സിനിമാ പാരമ്പര്യത്തിൽ സിനിമയിൽ എത്തിപ്പെട്ട നടിയാണ് കനക. അമ്മ ദേവിക തമിഴിലെ അറിയപ്പെടുന്ന നടിയായിരുന്നു. അക്കാലത്ത് എല്ലാ സൂപ്പർ സ്റ്റാറുകൾക്കൊപ്പം അവർ ജോഡിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അമ്മ അതീവ സുന്ദരിയായിരുന്നു. കനകയ്ക്ക് അത്രത്തോളം അവകാശപ്പെടാനില്ലേ പോലും കനകയും സുന്ദരിയായിരുന്നു. ദേവിയുടെ കുടുംബജീവിതം അത്ര സുഖകരമായിരുന്നില്ല. 68-ലാണ് അവർ ദേവദാസിനെ വിവാഹം കഴിക്കുന്നത്. 73-ൽ കനക ജനിച്ചു. ദേവദാസുമായി നല്ലൊരു കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ദേവി കഴിഞ്ഞില്ല. മകളുമായി തനിച്ചായിരുന്നു ദേവിയുടെ താമസം. ഭർത്താവ് ദേവദാസ് തന്റെ മകളെ തട്ടിക്കൊണ്ടു പോകുമെന്നൊരു ഭയത്താലാണ് അവർ മുന്നോട്ട് ജീവിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പ്രോപ്പർ വിദ്യാഭ്യാസം കനകയ്ക്ക് നൽകാൻ ദേവി കഴിഞ്ഞില്ല. 6ാം ക്ലാസ് മാത്രമാണ് കനകയുടെ വിദ്യാഭ്യാസ യോഗ്യത. 89-ൽ തന്റെ 16-ാം വയസ്സിലാണ് കനക സിനിമയിലേക്ക് എൻട്രി ആവുന്നത്. ഗംഗെ അമരൻ ഡയറക്ട് ചെയ്ത കരകാട്ടക്കാരൻ എന്ന സിനിമയായിരുന്നു അവരുടെ ആദ്യ സിനിമ. കരകാട്ടക്കാരൻ സിനിമ ഇന്നും തമിഴ് സിനിമയിലെ ചരിത്ര താളുകളിൽ ഇടം പിടിച്ച ഒരു സിനിമയാണ്. ഒരുപാട് നാള് തിയേറ്ററിൽ ഓടിയ ഒരു സിനിമയാണ് കരകാട്ടക്കാരൻ. അതിലെ പാട്ടുകൾ ഇന്നും വലിയ ഹിറ്റാണ്. ആദ്യ സിനിമ തന്നെ വലിയ ഹിറ്റായത് കനകയുടെ കരിയറിൽ ഒരുപാട് ഗുണം ചെയ്തു. മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ മുതലായ ഭാഷകളിലൊക്കെ കൈ നിറയെ സിനിമകൾ അവർക്ക് വന്നു ചേർന്നു. ഡേറ്റ് ഇല്ലാത്തൊരു അവസ്ഥയിൽ വരെ കനക എത്തിച്ചേർന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഒരുപാട് സിനിമകൾ അഭിനയിച്ചെങ്കിൽ പോലും നല്ലൊരു സൗഹൃദങ്ങൾ സൃഷ്ടിച്ചെടുക്കാൻ കനകയ്ക്ക് കഴിഞ്ഞിരുന്നില്ല. അമ്മയായിരുന്നു അവരുടെ ലോകം. അമ്മയ്ക്കും അങ്ങനെ തന്നെയായിരുന്നു. അവരുടെ ജീവിതത്തിലേക്ക് മൂന്നാമതൊരാളെ അവർ ആഗ്രഹിച്ചിരുന്നില്ല. ദേവിക വിവാഹമോചിതയായെങ്കിൽ പോലും ഭർത്താവിനെ കുറിച്ച് അവർക്ക് ഭയങ്കര ഭയമുണ്ടായിരുന്നു. തന്റെ മകളെ തട്ടിക്കൊണ്ടു പോകുന്നുള്ള ആ ഭയം അവർക്ക് അമിത ടെൻഷൻ ഉളവാക്കുകയും ഒരുപാട് ശാരീരിക മാനസിക പ്രശ്നങ്ങൾ ദേവികയ്ക്ക് വന്നു ചേർന്നു. ഇതുമൂലം 2002-ൽ 59-ാം വയസ്സിൽ ദേവിക കനകയെ വിട്ടുപോയി. അമ്മയുടെ മരണം കനകയ്ക്ക് ഏറ്റവും വലിയ ആഘാതമായിരുന്നു. അതുവരെ അമ്മ മാത്രമാണ് ലോകം എന്ന് ജീവിച്ച് നടന്നിരുന്ന കനകയ്ക്ക് അമ്മയുടെ വേർപിരിയൽ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിരുന്നില്ല. അതിനുശേഷം കനക സിനിമാ ജീവിതം അവസാനിപ്പിച്ചു. അമ്മയും കനകയും ജീവിച്ചിരുന്ന വീട്ടിൽ കനക ഒറ്റയ്ക്ക് ജീവിക്കാൻ തുടങ്ങി. പുറലോകമായി യാതൊരു ബന്ധമില്ലാതെ അമ്മയുടെ ആത്മാവുമായി സംസാരിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ അവർ ആ വീട്ടിൽ ഒറ്റയ്ക്ക് ജീവിക്കാൻ തുടങ്ങി. പ്രേക്ഷകർ കനകയെ മറന്നു. വർഷങ്ങൾ കടന്നുപോയി. അതിൽ വലിയ വാർത്ത പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി. കനക ക്യാൻസർ മൂലം ആലപ്പുഴയിലെ ക്യാൻസർ സെന്ററിൽ മരണപ്പെട്ടു എന്നുള്ളതായിരുന്നു ആ വാർത്ത. ഈ വാർത്ത വന്നതും മറന്നുപോയ പല ആൾക്കാരും കനകയെ വീണ്ടും ഓർമ്മിക്കാൻ തുടങ്ങി. അങ്ങനെ ഇതിന്റെ ന്യൂസ് വാല്യൂ മനസ്സിലാക്കി മീഡിയാസ് ഒക്കെ കനകയുടെ വീട്ടിൽ വന്നെത്തുകയും ഒരുപാട് നേരം വെയിറ്റ് ചെയ്തതിനു ശേഷമാണ് കനകയെ അവർക്ക് കാണാൻ കഴിഞ്ഞത്. കനകയെ കണ്ടപ്പോൾ ഈ ന്യൂസ് ഫേക്ക് ന്യൂസ് ആണ് അവർക്ക് മനസ്സിലായെങ്കിൽ പോലും കനകയുടെ അപ്പത്തെ രൂപം കണ്ട് എല്ലാവരും അക്ഷരാർത്ഥത്തിൽ ഞെട്ടി എന്ന് വേണം പറയാം. മെലിഞ്ഞുണങ്ങി ഒരു മാനസിക രോഗിയെ പോലെയായിരുന്നു കനക അന്ന് അവിടെ പ്രത്യക്ഷപ്പെട്ടത്. അമ്മയുടെ വേർപാട് കാരണം ഒറ്റയ്ക്ക് ജീവിച്ച് ഒടുവിൽ മാനസിക പ്രശ്നങ്ങൾക്ക് കാരണമായി തീർന്നു എന്നൊരു നിഗമനത്തിൽ അന്നുള്ള ആൾക്കാർ എത്തിച്ചേർന്നു. വീണ്ടും വർഷങ്ങൾ കടന്നുപോയി. കനകയെ വീണ്ടും ആൾക്കാർ മറന്നുപോയി. അതിനിടയിൽ സോഷ്യൽ മീഡിയ ഒക്കെ ഒരുപാട് ആക്റ്റീവായി. അങ്ങനെ ഇരിക്കെ സോഷ്യൽ മീഡിയയിൽ അവരൊരു ഫോട്ടോ അപ്ലോഡ് ചെയ്തു. ആ ഫോട്ടോ കണ്ട് എല്ലാവരും ഞെട്ടി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അമിതമായ വണ്ണം വെച്ച് കനകയാണെന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലുള്ള ഫോട്ടോയാണ് അവർ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചത്. വീണ്ടും കനക ചർച്ചകളായി മാറിയിട്ടുണ്ട്. കനകയുടെ ജീവിതം ഇനി എന്താവും അറിയത്തില്ല. ശരിക്കും കനകയുടെ ജീവിതത്തിൽ ഈ അവസ്ഥ വരാൻ കാരണം അമ്മ ദേവിക മാത്രമാണ്. ഭർത്താവിൽ നിന്ന് വിവാഹമോചിതയായതിനു ശേഷം മകളെ ഭർത്താവ് തട്ടിക്കൊണ്ടു പോകുന്നുള്ള ഭയം ഉള്ളിൽ വെച്ച് മകളെ ഒന്നിനും ഇടാണ്ട്, ഒരു പ്രോപ്പർ വിദ്യാഭ്യാസം കൊടുക്കാണ്ട്, ആരുമായി സൗഹൃദം വെക്കാണ്ട്, സ്വന്തക്കാരിൽ നിന്നും ബന്ധുക്കാരിൽ നിന്നൊക്കെ അകറ്റി നിർത്തി താൻ മാത്രമാണ് ശരി, തന്നെ മാത്രമേ വിശ്വസിക്കാവെന്ന് മകളെ പറഞ്ഞു പഠിപ്പിച്ച് അങ്ങനെ വളർത്തിക്കൊണ്ട് വന്ന കനകയ്ക്ക് ആ അമ്മയും പോയപ്പോ കനകയ്ക്ക് പിന്നീട് എന്ത് ചെയ്യണമെന്ന് അറിയാൻ വരെയാണ്. കനകയുടെ ജീവിതം ഉത്തരമില്ലാത്ത ചോദ്യം പോലെ ഇന്നും അവശേഷിക്കുകയാണ്. ഇനി ഒരു തിരിച്ചുവരവ് അവരുടെ ജീവിതത്തിൽ ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ ഉറപ്പില്ല. പക്ഷെ അവർ തിരിച്ചു വരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ പറയാൻ വേണ്ടി വന്നതാണ്. അപ്പൊ ഇനിയും നല്ലൊരു വീഡിയോസ് ആയിട്ട് വരുന്നവരെ